ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ അർത്തുങ്ക പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് ഈ ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്ന് അർത്തുങ്ക പള്ളിയിൽ പോവാണ്. അർത്തുങ്കലെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഞങ്ങൾക്ക് നേർച്ചയുണ്ടായിരുന്നു മക്കൾക്കൊക്കെ. അന്നേരം ഞങ്ങൾ തിരക്ക് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്നേരപ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ. അന്നേരം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനി അർത്തുങ്കപ്പള്ളി ചെന്നിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോടെ കണ്ടിട്ട് പോകാം കേട്ടോ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാണ് ഈ ഇൻട്രോ പറയുന്നത് കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആദ്യം അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ പെട്ടെന്ന് എന്താണ് ഇന്ന് ഉണ്ടാക്കേണ്ടതെന്ന് ഓർത്തപ്പം ഞാൻ ഓർത്തു, നമ്മുടെ റാഗി വെർമസില്ലി പുട്ടില്ലേ, ഇത് നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ നമ്മൾ റാഗി സേമിയ കൊണ്ടുള്ള പുട്ടാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മറ്റേ പുട്ടുപൊടി നനച്ച് കൊടുക്കുന്ന പോലെ വെള്ളവും ഉപ്പും ഒന്നും ഇട്ട് കുഴച്ചെടുക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് 2 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു സ്റ്റെയിനറിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് 2 മിനിറ്റ് കൂടുതൽ ഇത് സോക്ക് ചെയ്ത് വെക്കൽ പൊടിഞ്ഞു പോകും. അങ്ങനെ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പുട്ടുണ്ടാക്കുന്നതിന് മുമ്പേ ചായ ഞാൻ കുടിച്ചില്ലായിരുന്നു കേട്ടോ. തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കുമായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഒഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത് വേണം ഉണ്ടാക്കാനല്ലേ. എന്നാലും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ചോറൊന്നും വെച്ചിട്ടില്ല ഇന്ന് കേട്ടോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ ഒക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിരട്ടപ്പുട്ടനാണ് ഇത് കൂടുതൽ നല്ലത്. എനിക്ക് തോന്നുന്നു ചിരട്ടപ്പുട്ടാണ് കൂടുതൽ നല്ലതെന്ന്. ഞാൻ മറ്റേത് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് തേങ്ങായും ബാക്കി നമ്മുടെ റാഗി ഇതുകൂടെ സേമിയയുടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങയോടെ ഇട്ടിട്ട് നമുക്ക് ആവിയിലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾക്ക് പഴമുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പേലിരിക്കുന്നത് ഇന്നലത്തെ കുറച്ച് കക്കായായിരുന്നു. ഞാൻ അതുകൂടെ ചൂടാക്കി വെച്ചതാണ്, വേണമെങ്കിൽ കഴിച്ചോട്ടെന്നും കരുതി. പക്ഷെ ആരും കക്ക കൂട്ടിയില്ല കേട്ടോ. ഇതിങ്ങനെ വെറുതെ പഴമായിട്ടിങ്ങനെ ഞെരടി കഴിച്ചു. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് ഈ പുട്ട് കേട്ടോ. നിങ്ങളൊക്കെ ഈ പുട്ടിങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് നിങ്ങളെ എന്താണ് കാണിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഓർത്ത് ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് ഈ പുട്ട് തന്നെ ഉണ്ടാക്കിയത്. നിങ്ങളെ ഈ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റാഗി സേമിയ കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പഴവും കൂടെ ആക്കി ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചതാണ്. അപ്പൂസ് കഴിച്ചില്ല കേട്ടോ, പക്ഷെ കൊണ്ടുപോയില്ല. അങ്ങനെ നമ്മൾ അർത്തുങ്കയ്ക്ക് പോവാണ്. ഇത് കണ്ടോ, ഇത് ബോട്ട് ജെട്ടിയാണ്, ആലപ്പുഴ കേട്ടോ. ബോട്ട് ജെട്ടി കണ്ടോ നിങ്ങൾ, ബോട്ട് കിടക്കുന്ന കണ്ടോ. ഇവിടുന്ന് നമ്മൾ ചേർത്തലയ്ക്കാണ് പോകുന്നത്. അവിടെയാണ് അർത്തുങ്ക പള്ളി കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമായ അർത്തുങ്കൽ പ്രശസ്തവും പുരാതനവുമായ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്കയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഈ പള്ളിയിലെത്തി കേട്ടോ. ഇതാണ് അർത്തുങ്കൽ പള്ളി. ഇവിടുത്തെ പ്രധാന നേർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച വില്ലും കഴുന്നുമാണ്. പിന്നെ അടിമ സമർപ്പണമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എൻ്റെ ബ്രദറും വൈഫും കുഞ്ഞുമാണ് ഞങ്ങൾ ഒന്നിച്ചാണ് പോയിരിക്കുന്നത് കേട്ടോ. എൻ്റെ മക്കളും ഞാനുമായിട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ അവിടെ ചെന്ന് എടുത്തു. അന്നേരം ആദ്യം ഞാൻ ആ വീഡിയോ ഒക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് കേട്ടോ.
അർത്തുങ്കൽ എന്ന പേരിന് പിന്നിലെ കഥയാകട്ടെ ആദ്യം കേട്ടോ. മധ്യകാലത്ത് നിലവിലുണ്ടായിരുന്ന കേരളത്തിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു മുത്തേടം. മുത്തേടത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിൽ ബുദ്ധമതം ശക്തി ആർജിച്ചു നിന്നിരുന്ന കാലത്ത് ഇവിടെ ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നത്രേ. ബുദ്ധമതത്തിൽപ്പെട്ടവരെ അർഹതൻ എന്നും അവരുടെ ആരാധനാലയത്തെ കല്ലെന്നും പറഞ്ഞിരുന്നു. അതാണ് അർഹതൻ കല്ല്. അത് പിന്നീട് ചുരുങ്ങിയാണ് ഈ സ്ഥലം അർത്തുങ്കൽ ആയതെന്ന് പറയപ്പെടുന്നു. പിന്നീട് പോർച്ചുഗീസുകാർ ഇവിടെ ഇന്ന് കാണുന്ന ദേവാലയം നിർമ്മിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് അർത്തുങ്കൽ പള്ളി. മതസൗഹാർദ്ദം വിളങ്ങി നിൽക്കുന്ന പുണ്യഭൂമിയായി കടലോരത്ത് ഈ വിശുദ്ധ പള്ളി തലയുയർത്തി നിൽക്കുന്നു. എല്ലാ വർഷവും ജനുവരി 10 മുതൽ 27 വരെ നീണ്ടു നിൽക്കുന്ന അർത്തുങ്കൽ മകരം തിരുനാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു